ഞാൻ ആ പുസ്തകം വായിച്ചിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ ഒളിവ് ജീവിതം, തിരിച്ചെത്തിയത്. അപ്പോൾ അതിൽ ഡിവൈഎസ്പി സൈമൺ, KG സൈമൺ അങ്ങനെയാണെന്ന് തോന്നുന്നു, അദ്ദേഹം പറയുന്നുണ്ട് കള്ളന്മാർക്കും കൊള്ളക്കാർക്കും വേണ്ടിയിട്ടുള്ള വിലങ്ങാണ്. പക്ഷേ സാറിന് അത് അണിയിക്കേണ്ടി വരുന്നതിൽ എനിക്ക് വിഷമമുണ്ട് എന്ന് പറയുമ്പോൾ മറ്റൊരു വാചാനുബാഹുവായ ആൾ അത് സന്തോഷത്തോടെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് സാറിൻ്റെ കയ്യിൽ വിലങ്ങ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. അത് എപ്പോഴും സർവീസിലൊക്കെ ഉള്ള ആൾ തന്നെയാണോ? സർവീസിലുണ്ടാവുമായിരിക്കും. സർവീസിൽ നിന്ന് പോകാൻ മാത്രം പ്രായം ആയിട്ടില്ല. അദ്ദേഹം ഒരു പിന്നെ പുസ്തകത്തിൽ ഞാൻ അദ്ദേഹം അങ്ങനെ തെളിച്ച് പറഞ്ഞില്ല എങ്കിലും അദ്ദേഹം ഒരു മുസ്ലിം ആണെന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി. ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത് ഇദ്ദേഹം മറ്റ് പോലീസുകാരെക്കാളും കൂടുതൽ ഇങ്ങനെ അഹംഭാവമൊക്കെ എന്നോട് വളരെ മോശമായിട്ടൊക്കെ പെരുമാറുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹം സിവിൽ ഡ്രസ്സിലായതുകൊണ്ട് അദ്ദേഹം ഏത് റാങ്കിലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ മറ്റേത് DSPമാരാണെന്ന് അവരുടെ വേഷത്തിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായി. ചിലപ്പോൾ അതിനേക്കാളും കൂടിയ അല്ലെങ്കിൽ അവരെ പോലെയുള്ള ഒരാളാണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. പിന്നീട് അറസ്റ്റ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസമൊക്കെയാണ് എനിക്ക് മനസ്സിലായത് ഇദ്ദേഹം ഒരു കോൺസ്റ്റബിൾ മാത്രമാണെന്ന്. പിന്നീട് എന്നെ പിന്നെ റിമാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടിയിട്ട് കട്ടപ്പനയ്ക്ക് കൊണ്ടുപോകുമ്പോൾ സിവിൽ ഡ്രസ്സിൽ വന്ന സ്പെഷ്യൽ ബ്രാഞ്ചുകാരായിട്ടുള്ള പോലീസുകാരോട് ചോദിച്ചു, ഇദ്ദേഹം ആരാണ്, ഇദ്ദേഹത്തിൻ്റെ പേരെന്താണ്? അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഒരു കോൺസ്റ്റബിളാണ്, അദ്ദേഹത്തിൻ്റെ പേര് ഇന്നതാണ്, ഒരു മുസ്ലിം പേരാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്നോടുണ്ടായിരുന്ന ധിക്കാരത്തിൻ്റെ അല്ലെങ്കിൽ എന്നോടുള്ള ഒരു അസഹിഷ്ണുതയോടൊക്കെ കാര്യം മനസ്സിലാക്കി. പക്ഷേ ഒരു പോലീസുകാരനെ നിലയ്ക്ക് സാധാരണ ലോ ആൻഡ് ഓർഡറിൽ എനിക്ക് ധാരാളം സുഹൃത്തുക്കൾ പോലീസുകാരൊക്കെ ഉണ്ട്. ഒരു DSPയുടെയൊക്കെ മുമ്പിലൊന്നും ഒരു പോലീസുകാരൻ അങ്ങനെ ഞെളിഞ്ഞു നിന്ന് അഭിപ്രായം പറയുകയോ മറ്റുള്ളവരെ സ്പർശിക്കുകയോ ഒന്നും ചെയ്യാൻ ഒരു സാധാരണ DSPമാരൊന്നും അനുവദിക്കില്ല. പക്ഷേ ഈ പോലീസുകാരൻ്റെ ഈ തോന്നിയാസത്തിന്, എന്നോടുള്ള മോശമായിട്ടുള്ള സംഭാഷണത്തിനും അതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്കും എന്നെ ശാരീരികമായിട്ടൊന്നും ഉദ്ധരിച്ചിട്ടൊന്നുമില്ല, എന്നാലും എന്നോട് മോശമായിട്ട് പിന്നെ ബഹുമാനിക്കാത്ത ഒരു മനുഷ്യൻ എന്ന നിലയിൽ എന്നെ ബഹുമാനിക്കാത്ത രീതിയിലുള്ള സംഭാഷണങ്ങളൊക്കെ നടത്താൻ അന്നത്തെ DSPമാരായിരുന്ന പിന്നെ KG സൈമൺ, അന്ന് തൊടുപുഴയിലെ DSPയാണ്. ഈ എൻ്റെ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ, ക്രൈം ഡിറ്റാച്ച്മെൻറ്റ്, ഇടുക്കി ക്രൈം ഡിറ്റാച്ച്മെൻറ്റ് DSP VU കുര്യാക്കോസ്. അപ്പോൾ അവർ ഒക്കെയാണ്. അപ്പം അവരുടെ കീഴിലുള്ള ഇപ്പം ആ ടീമിലെ ഇപ്പം KG സൈമൺ സാറ് അവിടുത്തെ DSP ആണെന്നേ ഉള്ളൂ. ഈ അന്വേഷണ ചുമതലയുള്ള സംഘത്തിലെ ഒരു മെമ്പർ മാത്രം, അതിനകത്ത് പിന്നെ DSP ഉണ്ട്, ASIമാരുണ്ട്, പിന്നെ ഒരു കോൺസ്റ്റബിൾ. അതിലേറ്റവും താഴ്ന്ന പദവിയിലുള്ള ആളാണ് ഈ പറയുന്ന മുസ്ലിം പോലീസുകാരൻ. അയാൾ എന്നോട് മെക്കെട്ട് കയറാനൊക്കെ മുതിർന്നപ്പോൾ ഈ പറയുന്ന ഈ DSPമാരൊക്കെ അതിന് വിലങ്ങിട അല്ലെങ്കിൽ തടസ്സം നിൽക്കാതിരുന്നത്, അതിനെ തടയാതിരുന്നതിൻ്റെ ഒരു കഥ എന്താണെന്ന് വെച്ചാൽ അവർക്കും ഈ മുസ്ലിം സമൂഹത്തോട് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഭയം ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഈ KG സൈമൺ സാർ അദ്ദേഹം ജെന്യുവനായിട്ട് തന്നെയാണ് എന്നോട് പെരുമാറിയത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. അതായത് ഇത് കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ഒക്കെ കയ്യിൽ അണിയിക്കേണ്ടതാണ്, ഒരു മാഷിൻ്റെ കയ്യിൽ അണിയിക്കേണ്ടി വന്നതിൽ, ഇടേണ്ടി വന്നതിൽ വിഷമമുണ്ടെന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജെന്യുവനായിട്ടുള്ളൊരു സ്വഭാവ മഹിമ തന്നെയാണ് അത് കാണിക്കുന്നത്. എങ്കിലും അദ്ദേഹം പറയുന്നതിൻ്റെ ഒരു അർത്ഥം എന്താണ്? അദ്ദേഹം നിർബന്ധിതനാവുകയാണ്. ഇതൊക്കെ അധികാരസ്ഥാനത്ത് നിന്നും ഉള്ള നിർദ്ദേശമാണ്. ഇത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട്, ഒരു വിഭാഗത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഭരണതലത്തിലുള്ള ഒരു സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത്.